ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷയം ജോലിക്ക് പോകാത്തതിൽ എല്ലാവരും വിഷയത്തിനെ കളിയാക്കി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ വിഷയത്തിന് അത് കുറച്ചായിട്ട് വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിഷയം ജോലിക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് നിൽക്കാനായിട്ട് ഒരു പരീക്ഷണമൊക്കെ വേദ നടത്തുന്നുണ്ട്. വേദ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് വിഷയത്തിനെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നോക്കിയപ്പോൾ അതിനെന്താ മോളെ ഞാൻ മേടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉണ്ടായ പൈസ വിഷയത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ വിഷയം പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് സാറില്ല ഏട്ടനത് കൈ വെച്ചോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് ഇത്രയും അവിടെ പോയി ജോലി ചെയ്തതിൻ്റെ ഒരു കൂലിയായിട്ടൊന്നും കണക്കാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പൈസ കിട്ടുമ്പോൾ വിഷയത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കും സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് പൈസ കയ്യിൽ വന്നപ്പോൾ വിഷയേട്ടന് നല്ലൊരു സന്തോഷം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുണ്ടെന്ന് വിഷയം പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്വയം ഒരു തൊഴിലിന് പോയിട്ട് നമുക്കൊരു 10 പൈസ കിട്ടുമ്പോൾ അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ സന്തോഷമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിഷയത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ. വേറെ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ മേടിച്ചതെന്നും തനിക്ക് ആ പൈസ തന്നതൊക്കെ തനിക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തോന്നാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു ജോലി കിട്ടിയാൽ എന്തായാലും ഞാൻ പോകും എന്ന് തന്നെ വിഷയം പറയാൻ കേട്ടോ. അങ്ങനെ വേദ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞ ഒരു ജോലിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനോടും പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ജോലി കിട്ടി ഈ വിഷയം പോകുന്നു എന്നൊക്കെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ അച്ഛനോടും അമ്മയോടൊക്കെ അനുവാദം മേടിച്ച് അനുഗ്രഹം വാങ്ങിച്ചൊക്കെ പോകുമ്പോൾ ശരിക്കും അച്ഛന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയുമ്പോൾ വേദ ഇങ്ങനെ ആശ്വസിപ്പിക്കാനിട്ട് ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് ഭയങ്കര ഒരു ബഹുമാനവും സ്നേഹമൊക്കെ വേദനയോട് തോന്നുകയാണ്. മാത്രമല്ല അച്ഛനും സന്തോഷമാവാണ്. വിഷു എല്ലാ ദിവസവും ജോലിക്ക് പോവുകയും കറക്റ്റായിട്ട് ശമ്പളം വീട്ടിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതൊക്കെ വേദകാരനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അഭിമാനം കൊള്ളുന്നുണ്ട് കേട്ടോ അച്ഛനും അതുപോലെ തന്നെ അമ്മയും വിക്രമൊക്കെ. അച്ഛനാണെന്നുണ്ടെങ്കിൽ വേദനയോട് ആരും കാണാതെ പറയുന്നുണ്ട് നീ ഇത്രയും വലിയൊരു ഉപകാരമാണ് ഈ വീട്ടിലേക്ക് ചെയ്തത്, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.